മാസ്റ്റർ മൈൻഡ് പ്രോഗ്രാമിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതൊരു മാസ്റ്റർ മൈൻഡ് പ്രോഗ്രാമാണ്. മാസ്റ്റേഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന പ്രോഗ്രാമുകളാണ്. ബട്ട് അതേസമയം ഈ മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് കുറേ കളക്റ്റീവ് ഇൻഫർമേഷൻസ് കിട്ടുന്ന ഒരു ഗ്രൂപ്പും കൂടിയാണ്. സോ വൺസ് അഗെയിൻ മാസ്റ്റർ മൈൻഡ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറഞ്ഞ ബുക്കിൽ 4, 5, 6 അതിൽ 13ഓളം പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. ഹൗ ടു ബിക്കം റിച്ച്, എങ്ങനെ റിച്ച് ആവാം. ഏകദേശം 500ഓളം വെൽത്തി പീപ്പിളിനെ 25 കൊല്ലത്തോളം ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ് ഈ ഒരു ബുക്ക് റെഡിയാക്കിയിരിക്കുന്നത്. സോ അത്രയും വാല്യൂബിൾ ആണ്. അതിൽ 13ഓളം പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. അതിൽ 4, 5, 6 പ്രിൻസിപ്പിളാണ് പറയുന്നത്. അതിൽ നാലാമത്തേന്ന് പറഞ്ഞാൽ ഓട്ടോ സജഷൻ. ഓട്ടോ സജഷൻ നമ്മൾ നമ്മളോട് തന്നെ പറയുന്നതാണ് ഓട്ടോ സജഷൻ. നമുക്കറിയാം ഓട്ടോ സജഷൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ഓരോ കാര്യങ്ങൾ എത്താനുള്ള ഒരു വഴിയാണ്, ഈസി വഴിയാണ് ഓട്ടോ സജഷൻസ്. നമുക്ക് 2 തരം മൈൻഡ് ഉണ്ട്. കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. കോൺഷ്യസ് മൈൻഡ് നമ്മൾ ചിന്തിക്കുന്ന, ക്രിയേറ്റ് ചെയ്യുന്ന, നമ്മൾ വായിക്കുകയും കേൾക്കുകയും പ്ലാൻ ചെയ്യുകയും എല്ലാം ചെയ്യുന്നതാണ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അവിടെ ക്രിയേഷൻസ് ആണ് നടക്കുന്നത്. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഓട്ടോമേറ്റഡ് ആണ്. ഓട്ടോമേറ്റഡ് എന്ന് പറഞ്ഞാൽ കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫുൾ ടൈം ഭൂരിഭാഗം സമയത്തും പലതരം ചിന്തകളിലായിരിക്കും. ഇപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ പലതരം ചിന്തിച്ചിട്ടായിരിക്കും നടന്നു പോകുന്നത്. പക്ഷേ നമ്മുടെ വഴി കറക്റ്റായിട്ട് നമ്മളെ കൊണ്ടുപോകും. അതാണ് സബ് കോൺഷ്യസ് മൈൻഡ്. ഓൾറെഡി ഫീഡ് ചെയ്ത് കിടക്കുന്നത്, റെക്കോർഡ് ചെയ്ത് കിടക്കുന്നത്. അതിന് പറയുന്ന പേരാണ് റെക്കോർഡഡ് മൈൻഡ് എന്നും കൂടി പറയും. നമ്മൾ ഡ്രൈവ് ചെയ്യുന്നു, പല കാര്യങ്ങൾ ചിന്തിക്കുന്നു, സംസാരിക്കുന്നു, പോകുന്ന കാര്യത്തിൽ ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നു. പക്ഷേ നമ്മൾ ഡ്രൈവ് ചെയ്യിക്കുന്നു. അത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. അപ്പോൾ നമ്മളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ 95% നമ്മളെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നത് ഈ സബ് കോൺഷ്യസ് മൈൻഡാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ട് കിടക്കുന്നതാണ്. എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യപ്പെട്ട് കിടക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ റിപ്പീറ്റഡായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നു. റിപ്പീറ്റഡായിട്ട് പറയുകയും നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നു. അപ്പോൾ നമ്മളൊന്ന് ഡെയിലി നമ്മളെ കുറിച്ച് പറയുന്ന അതൊന്നും നടക്കുന്നൊന്നുമില്ല, എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. നമ്മൾ ജനിച്ചു വളർന്ന ആ ഒരു സാഹചര്യത്തിലൂടെ നമ്മളിലുണ്ടായ നമ്മൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ അസോസിയേഷനിലൂടെ നമ്മൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചില കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങും. വളരെ ചെറുതിലെ വിശ്വസിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ നേരിട്ടങ്ങ് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. തെറ്റ് ശരി ഒന്നുമില്ല. 7 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ തെറ്റ് ശരിയൊക്കെ അനലൈസ് ചെയ്യാൻ തുടങ്ങും. അതിന് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ അനലൈറ്റിക്കൽ മൈൻഡ് കൊണ്ടെന്ന് പറയും. അപ്പോൾ വലുതാകുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ വിശ്വസിക്കില്ല. അതിനെ നമ്മൾ ലോജിക്കൽ മൈൻഡ് എല്ലാം കോൺഷ്യസ് മൈൻഡിൻ്റെ പാർട്ട് തന്നെയാണ്. ഈ ലോജിക്കൽ മൈൻഡ് കൊണ്ട് പല കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കില്ല. അതുകൊണ്ടാണ് പല കാര്യങ്ങളും നമ്മളുടെ ഉള്ളിലേക്ക് റെക്കോർഡ് ചെയ്യപ്പെടാത്തത്. ചെറുതിലെ അങ്ങനെയല്ല, ലോജിക് മൈൻഡില്ല, നമ്മൾ അപ്പടി വിശ്വസിക്കും, അത് റെക്കോർഡ് ചെയ്യപ്പെടും. അപ്പം നമ്മൾ ചെറുതിലെ അസോസിയേറ്റ് ചെയ്ത് ഇരിക്കുന്ന ഏത് ഗ്രൂപ്പ് ഓഫ് ആളുകളാണോ അവിടുന്ന് എന്തെല്ലാം റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മളിലേക്ക് എത്തുന്നുവോ അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നു. ഈ റെക്കോർഡ് ചെയ്യപ്പെട്ട കാര്യങ്ങളായിരിക്കും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. സ്പോണ്ടേനിയസ് ആയിട്ട്, ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ബിസിനസ്സിലോ നമ്മൾ പല ആൾക്കാരും പല രീതിയിൽ വന്നേക്കുന്ന ആൾക്കാരാണ്. പല കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കുന്നുണ്ടാവും, നമ്മളെ പല രീതിയിൽ നമ്മളെ കാണുന്നുണ്ടാവും. പക്ഷേ ഈ ബിസിനസ്സിന് പറ്റിയ കാഴ്ചപ്പാടാണോ നമ്മൾക്കുള്ളത്, അതോ പേഴ്സണാലിറ്റി? അത് റെക്കോർഡഡ് മൈൻഡ് നമ്മുടെ പേഴ്സണാലിറ്റിയും ഈ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സ്പോണ്ടേനിയസ് ആയിട്ട് പ്രതികരിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണോ കിടക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ പ്രതികരിച്ചുകൊണ്ട്. അതാണ് നമ്മുടെ പേഴ്സണാലിറ്റി. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ എന്താ പ്രത്യേകത? അതിന് പറ്റിയ നമ്മൾ പറയും, ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, അത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ടാവുമല്ലോ.
പക്ഷെ അത് മാറ്റണമെങ്കിൽ ഉപകരിക്കുന്നതാണ് ഒരു പ്രസ്ഥാനം. തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് പറ്റിയ ആയിട്ട് നമ്മൾ മാറേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് പറ്റിയ കാര്യങ്ങൾ ഇതെനിക്ക് ചെയ്യാൻ പറ്റും, ഞാനത് ചെയ്യും, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എനിക്കത് വേണം, ഇത് വേണം, ഇതെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ. എനിക്ക് എന്തു വേണം ക്ലിയറാക്കി, എന്ന് വേണം, അതിന് ഞാൻ എന്താണ് ചെയ്യാൻ റെഡി, എന്ത് വേണം, എന്ന് വേണം, അതിന് ഞാൻ എന്ത് ചെയ്യാൻ റെഡിയാണ്, അത് നമ്മൾ റെക്കോർഡ് അല്ലെങ്കിൽ എഴുതി വെച്ചിട്ട് നമ്മൾ ഈ ഓട്ടോ സജഷൻ എന്നുള്ള മെത്തേഡ് ഉപയോഗിക്കണം. ഓട്ടോ സജഷൻ്റെ പ്രത്യേകത എന്താ? റിപ്പീറ്റഡ് ആയിട്ട് കാണുകയും കേൾക്കുകയും വായിക്കുകയും പറയുകയും ചെയ്യുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങിയാൽ, അപ്പോൾ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും. ആ എഴുതി വെച്ച കാര്യങ്ങൾ ഒരു ശാന്തമായിട്ടുള്ള സ്ഥലത്ത് പോയിരുന്ന് ലൗഡായിട്ട് ഉറക്കെ നമ്മൾ വായിക്കുക. റിപ്പീറ്റഡ് എല്ലാ ദിവസവും ഉറക്കെ വായിക്കുക. രാവിലെയും വൈകിട്ടും ഉറക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ പേഴ്സണാലിറ്റി മാറ്റുന്നതിനും ഇത് ഉപകരിക്കും. എനിക്കത് പറ്റും, ഞാനത് ചെയ്യും, ഇവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്കും ചെയ്യാൻ പറ്റും, അവർക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റും. റിപ്പീറ്റഡായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. കുറച്ച് ആദ്യ കാലങ്ങൾ റിപ്പീറ്റായിട്ട് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നുണ്ടാവില്ല. പക്ഷേ അത് നമ്മൾ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ തുടങ്ങും. നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങി പറയുമ്പോഴാണ് റെക്കോർഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ സംസാരിക്കുന്നതും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ചിന്തകളും ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സംസാരവും വൊക്കാബുലറിയും പെരുമാറ്റവും എല്ലാം ഇതിന് പറ്റിയ, ബിസിനസ്സിന് പറ്റിയ, അല്ലെങ്കിൽ എന്താണോ നമ്മൾ വെഞ്ചർ ഉദ്ദേശിക്കുന്നത് അതിന് പറ്റിയ ആളായിട്ട് നമ്മൾക്ക് മാറാൻ പറ്റും. അതാണ് ഓട്ടോ സജഷൻ്റെ റോൾ. അടുത്തതെന്ന് വെച്ചാൽ സ്പെഷ്യലൈസ്ഡ് നോളജ്. നമുക്ക് ജനറൽ നോളജ് ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് നോളജ് ഉണ്ട്. ജനറൽ നോളജ് നല്ലതാണെന്ന് വെച്ചാൽ തെറ്റൊന്നുമില്ല, എല്ലാത്തിനെയും കുറിച്ച് അറിയുന്നത് നല്ലതാണ്. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാത്തിനെയും കുറിച്ച് അറിയാം, പക്ഷേ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിനെ കുറിച്ച് നമുക്ക് ക്ലിയറായിട്ട് അറിയാൻ മേല, അത് ഇൻഡെപ്ത് അറിയാൻ മേല. അപ്പോൾ നമ്മൾക്കൊരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യണ ആരാണ്? നമ്മളുടെ വിഷയം എന്താണോ, നമ്മൾ എന്താണോ അറിയേണ്ടത്, അതിൽ ഇൻഡെപ്ത് നോളജുള്ള ആൾക്കാരുടെ അടുത്തല്ലേ പോവുള്ളൂ, ഇല്ലേ? നമ്മൾ കൺസൾട്ട് ചെയ്യണതെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അതാണ് സ്പെഷ്യലൈസ്ഡ് നോളജിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇൻ്റർവ്യൂകളിൽ എത്തിച്ചതിന് ഇൻ്റർവ്യൂവിൽ അവരെന്താ നോക്കുന്നത്? ആ ഏരിയയിൽ സ്പെഷ്യലൈസ്ഡ് നോളജ് ഉണ്ടോ ഇല്ല എന്നല്ലേ നോക്കുന്നത്. സോ സ്പെഷ്യലൈസ്ഡ് നോളജ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് എക്സാമ്പിൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഈ നമ്മളുടെ ഹെൻറി ഫോർഡ്, നമ്മുടെ ഫോർഡ് വണ്ടിയുടെ വെഹിക്കിളിൻ്റെ അറിയാലോ, അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറിയാണ്. അദ്ദേഹം അന്ന് ഫോർഡ് വെഹിക്കിൾ ഉണ്ടാക്കുകയും വെഹിക്കിളെല്ലാം വിൽക്കുകയും ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ഇദ്ദേഹത്തിന് വലിയ വലിയ ആക്സെപ്റ്റൻസും പുരസ്കാരങ്ങളൊക്കെ അപ്പം ഈ ചിക്കാഗോ ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ അതിൽ ചില എഡിറ്റോറിയലുകൾ വരും. എല്ലാം നമ്മളുടെ പേപ്പറുകളിൽ എഡിറ്റോറിയൽ വരുന്നത്. ഈ എഡിറ്റോറിയലിൽ ഒരാൾ എഴുതിയിരിക്കുന്നത്, ഫോർഡ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും അയാളൊരു വിദ്യാഭ്യാസമുള്ള ഒരു ടീമല്ല, അദ്ദേഹം നല്ലൊരു എഡ്യൂക്കേറ്റഡ് പേഴ്സൺ അല്ല എന്നുള്ള ഒരു 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 കളിയാക്കുന്ന രീതിയിലൊരു എഡിറ്റോറിയലിൽ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അതൊരു അത്ര നല്ലതായിട്ട് തോന്നിയില്ല. അപ്പോൾ അദ്ദേഹം പേപ്പറിനെതിരെ കേസ് കൊടുത്തു. കേസ് വാദിക്കുന്ന സമയത്ത് ഫോർഡിനെയും വിളിച്ചു. പല കാര്യങ്ങളും അവരുടെ ലോയറും ട്രൈ ചെയ്തു. ഇയാൾക്ക് വിവരമില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഒരുപാട് ക്വസ്റ്റ്യൻസ്, സയൻസിനെ ബേസ് ചെയ്തു, മാത്സിനെ ബേസ് ചെയ്തു, ഇതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വെച്ച് ഇദ്ദേഹത്തിന് ഒന്നും ആൻസർ പറയാൻ പറ്റുന്നില്ല. അപ്പോൾ വക്കീൽ ചോദിച്ചു, ഇതിനൊന്നും ആൻസർ പറയാൻ പറ്റുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ബുദ്ധിയുള്ള ആളായിട്ട് കണക്കാക്കും? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി എല്ലാവരുടെയും കഴിഞ്ഞിട്ട് ജഡ്ജ് മൈ ലോർഡ്, ഈ നോളജുകളെല്ലാം ഇതെല്ലാം ഞാൻ എന്തിനാണ് അറിയണത്? എനിക്ക് എന്നെ സംബന്ധിച്ച് വെഹിക്കിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിലെനിക്ക് നന്നായിട്ട് അറിയാം. ഈ വക കാര്യങ്ങൾ ഞാനൊരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പറയാൻ ആളുണ്ട്. ഞാൻ എന്തിനാണ് ഇങ്ങനത്തെ അറിവുകളെല്ലാം കുത്തി നിറച്ച് എൻ്റെ മെമ്മറി വെറുതെ വേസ്റ്റ് ആക്കുന്നത്? ഇത് കേട്ടോടുകൂടി ആൾക്കാരെ, ഈ ലോയേഴ്സ്, അവിടെ നിന്ന് എല്ലാ ലോയേഴ്സും സ്റ്റണ്ടായിപ്പോയി. ഇത് ശരിയാണല്ലോ, എന്തിനാണ് വെറുതെ നമ്മൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഏത് ഫീൽഡാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ ഫീൽഡിന് എക്സലൻ്റ് ആയിട്ടുള്ള നോളജ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ചുറ്റുപാടും ഉണ്ടാവും. ഇതെല്ലാം നമ്മൾക്ക് അറിയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അറിവാണ്. ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു സംഭവം നമ്മൾ ഡെവലപ്പ്
ചെയ്യുമ്പോൾ, നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ടത് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾക്ക് വ്യക്തമായിട്ടുണ്ടോ? നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയുന്നുണ്ടാവാം, ന്യൂസ് വായിക്കുന്നുണ്ടാവാം, ടി വി കാണുന്നുണ്ടാവാം, അതെല്ലാം രാഷ്ട്രീയം ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മളുടെ ജീവിതത്തിൽ എന്താ ഉണ്ടാവുന്നത്? അപ്പോൾ നമ്മൾ ഏത് ഏരിയയിലാണോ ആ കാര്യങ്ങളെക്കുറിച്ച് ഇൻ ഡെപ്ത് നോളജ് ഉണ്ടെങ്കിലല്ലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അത് നമ്മൾ ചിന്തിക്കണം. ഇവിടെ അപ്ലിക്കേഷൻ അതാണ്. നമ്മളൊരു സംരംഭം തുടങ്ങുമ്പോൾ അതിന് പറ്റിയ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള നോളജ്, നമ്മുടെ ബിസിനസ്സിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള നോളജ്, നമ്മുടെ കമ്പനിയെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള നോളജ്, ഇത് നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. തുടക്കത്തിൽ ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷേ രക്ഷപ്പെടണമെങ്കിൽ, ആ ഏരിയയിൽ വിജയിക്കണമെങ്കിൽ അതിൽ സ്പെഷ്യലൈസ്ഡ് നോളജ്, നമ്മൾ പീപ്പിൾ സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക. ആളുകളുമായിട്ട് നമ്മൾ ഇടപെടണം. പീപ്പിൾ സ്കില്ല് എങ്ങനെ പെരുമാറണം, പെരുമാറുന്ന രീതി. അപ്പോൾ ഓരോ ഏരിയയിൽ അതിന് പറ്റിയ ആഡ് ഓൺ ആയിട്ടുള്ള നോളജുകൾ, സ്പെഷ്യലൈസ്ഡ് നോളജുകൾ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കണം. അതോടൊപ്പം അതിൽ വേറൊരു എക്സാമ്പിൾ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു ലേഡി അത് അവരുടെ മകന് വേണ്ടിയിട്ടുള്ളൊരു, അവന് മകന് പല ഇൻ്റർവ്യൂവിൽ സക്സീഡ് ആവുന്നില്ല. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ആ ഒരു കമ്പനിയിലേക്ക് ഇൻ്റർവ്യൂവിന് പോവുകയാണ്. അപ്പോൾ ഒരു ഒരു ചാർട്ട് തന്നെ പ്ലാൻ ചാർട്ട്, അതിന് പറയുന്നത് പേഴ്സണൽ സർവീസ് സെയിൽസ് പ്ലാൻ എന്ന് പറയും. എൻ്റെ മകൻ എൻ്റെ മകനല്ല, ഞാൻ എന്നുള്ള മകന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ. അപ്പോൾ അവരെന്ന് വെച്ചാൽ ആ കമ്പനിയും അതേപോലെ വർക്ക് ചെയ്യുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള വേറെ കമ്പനികളും അനലൈസ് ചെയ്തു. ആ കമ്പനിയിൽ, മറ്റേ കമ്പനിയിൽ എന്താണ് ഡിഫക്റ്റ്, അവർക്ക് എന്തുകൊണ്ടാണ് പല കാര്യങ്ങളും നടക്കാത്തത്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഈ കമ്പനിയിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം മാറ്റങ്ങളുണ്ടാവും, ആ മാറ്റങ്ങൾ വഴി ഈ കമ്പനിക്ക് എന്തെല്ലാം പ്രോഫിറ്റുകൾ ഉണ്ടാവും, അതുപോലെ സമൂഹത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ള ചാർട്ട് ഉണ്ടാക്കിയിട്ട് മകന് കൊടുത്തു. മകൻ അതിരുന്ന് റെഡിയാക്കി വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇൻ്റർവ്യൂവിന് പോകുന്നത് ക്വസ്റ്റ്യൻ എല്ലാം. അപ്പം ക്വസ്റ്റ്യൻ എന്താണ്, ഒരു ഇൻ്റർവ്യൂ എന്താണ്, ഈ വ്യക്തിയെ ഞാൻ എടുത്തുകൊണ്ട് ആ പ്രസ്ഥാനത്തിന് എന്താണ് ഉപകാരപ്പെടുക എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ഇൻ്റർവ്യൂകളെല്ലാം. അപ്പോൾ അത് ആ ഏരിയയിൽ ഈ കുട്ടിക്ക് നന്നായിട്ട് ശോഭിക്കാൻ പറ്റി. അവന് വളരെ ഹൈ പൊസിഷനിലേക്ക് അത് അപ്പോയിൻ്റ് ചെയ്യുകയും ചെയ്തു. സോ ഇതെല്ലാം നാട്ടിൽ മൊത്തം അറിയുകയും ചെയ്തു. അവൻ്റെ കൂട്ടുകാർ വഴി പല കൂട്ടുകാരും അറിഞ്ഞു. അവർക്കൊക്കെയും ഈ പ്ലാൻ വേണം, വ്യക്തമായിട്ടുള്ള ഇങ്ങനെ ഒരു പ്ലാൻ വേണം. ഓരോ ഇൻ്റർവ്യൂവിന് മുമ്പ് ഇങ്ങനെ ഒരു പ്ലാൻ വേണം. അപ്പോൾ അതൊരു സർവീസ് ആക്കി എടുത്തു. അതിൽ നിന്ന് ഏണിംഗ് ഉണ്ടാക്കാൻ തുടങ്ങി. ഒരുപാട് ഡിമാൻഡ് ആവാൻ തുടങ്ങി. പ്ലാൻ ഉണ്ടാക്കാം. അപ്പോൾ ഏത് കമ്പനിയിലാണ് പോകുന്നത്, അതിനെക്കുറിച്ച് അവർ സ്റ്റഡി ചെയ്തിട്ട് വേറെ സക്സസ്ഫുൾ ആയിട്ടുള്ള വേറെ കമ്പനികളെ സ്റ്റഡി ചെയ്തിട്ട് അതിന് പറ്റിയ ഒരു വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കി ആ കുട്ടികൾക്ക് കൊടുക്കാൻ തുടങ്ങി. അതിലൂടെ അവർക്ക് ഒരുപാട് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റി. ഇതൊക്കെ വളരെ ഇതെല്ലാം. അപ്പം ഒരു സ്പെഷ്യലൈസ്ഡ് നോളജ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്ത മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ഇമാജിനേഷൻ. നമ്മൾക്കറിയാലോ, നമ്മൾക്ക് 2 തരം ഇമാജിനേഷൻ ഉണ്ട്. നമ്മൾക്ക് സ്വപ്നം കാണുക, അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യുക. സിന്തറ്റിക് ഇമാജിനേഷൻ ഉണ്ട്, നമുക്ക് ക്രിയേറ്റീവ് ഇമാജിനേഷൻ ഉണ്ട്. സിന്തറ്റിക് ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ള കാര്യങ്ങൾ നമ്മൾ ചില കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് അതിന് കുറച്ചുകൂടി മോഡിഫൈ ചെയ്യുക, ആഡ് ചെയ്ത് മോഡിഫൈ ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതാണ് നമ്മൾ അതിന് വലിയ ഇതായിട്ടും വേണ്ട. ഇതെങ്ങനെ കുറച്ചുകൂടി നല്ല രീതിയിൽ എത്തിക്കാമെന്നുള്ള കാര്യങ്ങൾ മാത്രം മതി ഈ സിന്തറ്റിക് ഇമാജിനേഷൻസിൽ വേണ്ടത്. ക്രിയേറ്റീവ് ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ, ഇന്ന് കാണുന്ന നമ്മൾ ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നത് ക്രിയേറ്റീവ് ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ, അവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. പുതിയൊരു കാര്യം, ഒരു ഐഡിയ മനസ്സിൽ വരികയും ആ ഐഡിയ എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്ത് ആളുകളുടെ ജീവിതത്തിൽ എങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന അനലൈസ് ചെയ്ത് ആ ഐഡിയ ഇംപ്ലിമെൻ്റ് ചെയ്ത് അതിന് പറ്റിയ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നതാണ് ക്രിയേറ്റീവ് മൈൻഡ്. ഏറ്റവും കൂടുതൽ നമ്മൾക്ക് സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ക്രിയേറ്റീവ് മൈൻഡാണ്. അപ്പോൾ ക്രിയേറ്റീവ് മൈൻഡ് നമ്മൾ ഈ ഓരോ ഐഡിയാസ് ഫോക്കസ് ചെയ്യുന്നവർക്കാണ് ക്രിയേറ്റീവ്. അപ്പോൾ ഐഡിയാസ് ഇങ്ങനെ ലൈഫിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളുടെ ബിസിനസ്സും ഒരു ഐഡിയയാണ്. ഈ ഐഡിയ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്ത് അതിന് ആഡ് ഓൺ വേണ്ട ക്രിയേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും.
ഇപ്പോൾ ഫേസ്ബുക്ക് ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്തതാണ്. മാർക്ക് സക്കംബർഗ് എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് ഒരു ഐഡിയ മാത്രമാണ്. എല്ലാവർക്കും അവനവൻ്റെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ലോകത്താകമാനമുള്ള ആൾക്കാരെ കണക്ട് ചെയ്ത് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്ത് പരസ്പരം പരിചയപ്പെട്ട് പരസ്പരം സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഗ്രോ ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയയാണ് ഫേസ്ബുക്ക്. ഈ ഫേസ്ബുക്ക് കൊണ്ട് ആ ഒരു പ്ലാറ്റ്ഫോം കൊണ്ട് മാത്രം റിച്ചസ്റ്റ് പേഴ്സണായി മാറിയിരിക്കുകയാണ്. ഒരു ഐഡിയയാണ്, ക്രിയേറ്റീവ് ഐഡിയയാണ്. അതെന്ന് വെച്ചാൽ ആ ഐഡിയയിലൂടെ അത് നമ്മൾ എങ്ങനെ ഫ്രൂട്ട്ഫുൾ ആക്കാമോ അനലൈസ് ചെയ്ത് അതിൻ്റെ പുറകെ നടന്ന് അത് ഡെവലപ്പ് ചെയ്താണ് കൊണ്ടുവന്നത്. ഐഡിയ ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മളെല്ലാവരും പല ഐഡിയകളിൽ പോകുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പുറകിലുള്ള എഫേർട്ടിലേക്ക് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. സോ ക്രിയേറ്റീവ് ഐഡിയയ്ക്ക് ക്രിയേറ്റീവ് ഇമാജിനേഷന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അദ്ദേഹം വേറൊരു എക്സാമ്പിൾ പറയുന്നത് എൻചാൻറ്റഡ് കെറ്റിൽ എന്ന് പറയും. എൻചാൻറ്റഡ് കെറ്റിൽ ഒരു ലോക്കൽ ഉള്ള ഒരു ഡോക്ടർ ഒരു ഡെവലപ്പ് ചെയ്ത ഒരു ഫോർമുലയാണ്. ഒരു കെറ്റിലിൽ ഒരു ഫോർമുല, ഡ്രഗ് ഫോർമുലയാണത്. ഒരു ഡ്രഗിൻ്റെ ഫോർമുലയാണ്. അപ്പോൾ ഒരു ഡ്രഗിൻ്റെ ഫോർമുലയുണ്ട്, അത് ഉണ്ടാക്കാൻ പറ്റിയൊരു കെറ്റിലുണ്ട്. ഇദ്ദേഹം ഒരു ടൗണിലേക്ക് പൈസ ഉണ്ടാക്കണം, എല്ലാവർക്കും പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്തയുള്ള ഒരാളാണ്. അദ്ദേഹം ടൗണിലേക്ക് വന്നിട്ട് അവിടെ ഒരു ഡ്രഗ് ഫാർമസി എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഫാർമസി എന്ന് പറയുന്നത് അവിടെ ഡ്രഗ് സ്റ്റോർ എന്ന് പറയും. ഡ്രഗ് സ്റ്റോറിലേക്ക് വന്നിട്ട് ഒരു ക്ലർക്കുമായിട്ട് എന്തൊക്കെയോ സംസാരിച്ചിട്ട് അവിടെ നിന്ന് ഒരു കെറ്റിൽ കൊടുക്കുന്നുണ്ട്, ഒരു പേപ്പർ കൊടുക്കുന്നുണ്ട്. ഈ ക്ലർക്ക് എന്ന് വെച്ചാൽ പോക്കറ്റിൽ കൈയിട്ട് $1 കൊടുക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന് കൊടുത്തിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നത്. ഇതാണ് സിറ്റുവേഷൻ കണ്ടത്. ഈ സിറ്റുവേഷൻ കുറച്ച് പിന്നെ ഹിസ്റ്ററി എന്താണെന്ന് വെച്ചാൽ ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളായിട്ട് ഈ ക്ലർക്ക് മാറുന്നതാണ്. അവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ഡോക്ടർ ഡെവലപ്പ് ചെയ്ത ഫോർമുല അദ്ദേഹത്തിന് സക്സസ്ഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിന് കുറേ കടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ സാധനം ആർക്കെങ്കിലും കൊടുത്തിട്ട് കുറച്ച് പൈസ എടുത്ത് കടങ്ങൾ വീട്ടാണെന്നുള്ള ഉദ്ദേശത്തിലാണ് അദ്ദേഹം അവിടെ വന്നത്. അപ്പോൾ ഡ്രഗ് സ്റ്റോറിൽ വന്നിട്ട് ഈ ക്ലർക്കിന് അത് കൊടുക്കുകയും $500 എത്ര 10-50 കൊല്ലം മുമ്പ് $500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എമൗണ്ടാണ്. അപ്പോൾ ആ ഈ ക്ലർക്ക് ആജീവനാന്തം വർക്ക് ചെയ്ത് ഉണ്ടാക്കിയതാണ് $500. ആ ഈ $500 കൊടുത്തിട്ടാണ് കെറ്റിൽ. ഈ ക്ലർക്ക്, ഡ്രഗ് സ്റ്റോറിലെ ക്ലർക്ക് പിന്നെ അത് വീട്ടിൽ ചെന്നിട്ട് ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യാമെന്നതിനെ കുറിച്ച് ചിന്തിക്കുകയും ഫോർമുല എന്താണെന്ന് വായിക്കുകയും ഡീറ്റെയിൽ ആയിട്ട് വായിക്കുകയും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കുകയും കെറ്റിൽ ഉപയോഗിച്ചിട്ട് അത് ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അത് ആക്ച്വലി ആ ഇൻഗ്രീഡിയൻസ് അന്നത്തെ കാലത്ത് തലവേദനയ്ക്കും ബോഡി പെയിനും അങ്ങനത്തെ ഒരു ഡ്രഗാണ് അതുണ്ടാക്കിയത്. അദ്ദേഹം അതിന് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരുപാട് ആളുകൾക്ക് അന്നത്തെ കാലത്ത് ഒരു സിറപ്പ് പോലെ ഡെവലപ്പ് ചെയ്ത് സെയിൽ ചെയ്യാൻ തുടങ്ങി. കൂടുതൽ ആളുകളിലേക്ക് സെയിൽ ചെയ്യാന്നുള്ളൊരു പ്രോസസ്സ് ഡ്രഗ് സ്റ്റോറിൽ വെക്കാണ്ട് അത് അഡ്വർടൈസ് ചെയ്ത് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം നല്ല രീതിയിൽ അത് ഒരു ഏണിങ് ഉണ്ടാക്കാൻ, ഇൻകമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് ഹൈലി സക്സസ്ഫുൾ ആകാൻ പറ്റിയില്ല. അദ്ദേഹം അതിനു മുമ്പ് മരിച്ചുപോയി. അതിനുശേഷം വേറൊരു വ്യക്തി ഈ ഒരു ഏകദേശം $2500 കൊടുത്ത് ഈ ഒരു സംഭവം വാങ്ങുകയും ഈ ഒരു ഫോർമുല വാങ്ങുകയും. അപ്പോൾ അന്ന് എന്താണെന്ന് വെച്ചാൽ ഈ ഫോർമുലയിലുള്ള കാര്യങ്ങൾ കൊക്കൈനും കോഫീനും കൂടെ ചേർത്തിട്ടാണ് ഈ ഫോർമുല ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ആ പേര്, പേരുള്ള കൊക്കക്കോള എന്നുള്ള പേര് കൊടുത്തത്. ആ ഡ്രഗ് സ്റ്റോറുകാരൻ പേര് കൊടുത്തത് കൊക്കക്കോള എന്നാണ്. കൊക്കൈനും കഫീനും കൂടെ ചേർന്ന കോമ്പിനേഷനാണ്. അന്ന് പിന്നെ ഇതിനെക്കുറിച്ച് ഇത് ധാരാളം ആളുകളിലേക്ക് എത്തുകയും അഡിക്ഷൻ പോലെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തലവേദന പെട്ടെന്ന് മാറുമായിരുന്നു, അഡിക്ഷൻ പോലെ ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ അന്ന് ഗവൺമെൻറ് പല സ്ട്രിക്റ്റ് റൂൾസ് പറഞ്ഞ് കൊക്കൈൻ അത് നിന്ന് മാറ്റണം, അത് പറ്റില്ല എന്നുള്ള രീതിയിലുള്ള നിയമങ്ങൾ വരികയും ചെയ്തു കഴിഞ്ഞപ്പം ഈ വാങ്ങിയ ആൾ, $2000 കൊടുത്ത് വാങ്ങിയ ആൾ ഈ കൊക്കൈനും മാറ്റിയിട്ട് അതിന് ആഡ് ഓൺ അഡീഷണൽ ഷുഗറും അതെല്ലാം ആഡ് ചെയ്തിട്ട് വീണ്ടും പേര് മാറ്റിയിട്ടില്ല, ഒന്നും മാറ്റിയിട്ടില്ല, അതേ രീതിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഇന്നത്തെ കാണുന്ന കൊക്കക്കോള. അതിൽ നിന്ന് കൊക്കൈൻ എന്നുള്ള ഇത്. പക്ഷെ പണ്ടത്തെ സിറപ്പ് കൊക്കൈനും കോഫീനും കൂടെ ചേർന്നാണ്. സോ ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ അത് ആ ഇമാജിനേഷൻ ഇതെങ്ങനെ ക്രിയേറ്റീവായിട്ട് നമ്മൾ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ചില കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി പല ഐഡിയസും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാനും പറ്റും. ഇത് നല്ല രീതിയിൽ റിച്ച് ആവാനും നമുക്ക് പറ്റുന്നു. അടുത്തൊരു എക്സാമ്പിൾ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഡോക്ടർ ഗൊൺസാലസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അന്നത്തെ രീതിയിൽ അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം അത്ര നന്നായിട്ട് പോകുന്നില്ല. അപ്പോൾ അദ്ദേഹം കാണിച്ചു, ഞാനൊരു
ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുകയാണെങ്കിൽ ഇന്നിന്ന കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്യും. ഇതിലൂടെ പഠിച്ചു വരുന്ന ആളുകൾക്ക് ഇന്നിന്ന കാര്യങ്ങൾ, ഇന്നിന്ന നോളജുകൾ ഉണ്ടാവും. ആ ഇന്നിന്ന നോളജുകൾ വെച്ചിട്ട് സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇതൊരു ഐഡിയയാണ്. ഈ ഐഡിയ വെച്ചിട്ട് അദ്ദേഹം പല നാളുകൾ എന്ത് വർക്കൗട്ട് ചെയ്തു തുടങ്ങി. ഇത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നൊരു 2-3 കൊല്ലം കഴിഞ്ഞു. ഇത് ഒന്നും ഇംപ്ലിമെൻറ്റ് ആവണില്ല. അദ്ദേഹം ഒരു ദിവസം തീരുമാനിച്ചു, ഒരു 2 ആഴ്ച കൊണ്ട് തന്നെ ഇത് എന്തെങ്കിലും ഇത് ചെയ്തേ പറ്റുള്ളൂ. 2 ആഴ്ച കൊണ്ട് ഇതിൻ്റെ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ചെയ്തു. പക്ഷേ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിച്ച കാര്യം എന്ന് വെച്ചാൽ പൈസയില്ല. അദ്ദേഹത്തിന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പൈസയില്ല. അപ്പോൾ അദ്ദേഹം ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്തു. ഐഡിയ ക്രിയേറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഒരു ഇഫ് ഐ ഹാഡ് $1 million എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അനൗൺസ് ചെയ്ത് ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്ത്, ഇഫ് ഐ ഹാഡ് $1 million, എനിക്കൊരു $1 million ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അനൗൺസ് ചെയ്തു. ആ നോട്ടീസൊക്കെ ഇറക്കി ഒരുപാട് ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിലേക്ക്. അപ്പോൾ തലേ ദിവസം അദ്ദേഹം ഇതിനെക്കുറിച്ച് ചിന്തിച്ചു. അങ്ങനെ ഐഡിയ വന്ന് ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ ചില ആളുകൾ എന്ത് ഇൻവെസ്റ്റ് ചെയ്യും. ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞാനിത് ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങും, അതിലൂടെ ഞാനും റിച്ചാവും, ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇത് സ്വപ്നം കണ്ട് ഇങ്ങനെ കടന്നു. എഴുന്നേറ്റ് രാവിലെ സാധനങ്ങളൊക്കെ എടുത്ത് അവിടെ ഈ ഐഡിയ പ്രസൻറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് വെന്യൂ ഒക്കെ അനൗൺസ് ചെയ്തു. ഐഡിയ പ്രസൻറ്റ് ചെയ്ത സ്ഥലത്തേക്ക് അദ്ദേഹം തലേദിവസം പ്രിപ്പയർ ചെയ്തിരുന്ന പേപ്പർ എടുക്കാൻ പറഞ്ഞു. പേപ്പർ എടുക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി പേപ്പർ ഇല്ല എന്നുള്ളത്. പിന്നെ അദ്ദേഹം ടെൻഷനായില്ല. അപ്പോൾ അദ്ദേഹം എന്ന് വെച്ചാൽ അദ്ദേഹമാണല്ലോ ഇത് ഉണ്ടാക്കിയത്, അദ്ദേഹമാണല്ലോ ക്രിയേറ്റ് ചെയ്തത്. ഹൃദയത്തിൽ മുഴുവൻ സ്വതന്ത്രമായിട്ട് ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ നമുക്ക് വേറൊന്നും പ്രത്യേകിച്ച് ആലോചിക്കാനില്ലേ, ഹൃദയത്തിൽ നിന്ന് ഫുള്ളായിട്ട് അങ്ങ് സംസാരിക്കാൻ തുടങ്ങി. മുഴുവനായിട്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്തു. ഹൃദയത്തിൻ്റെ ഭാഷയിൽ അത് ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഉണ്ടായെങ്കിലും അതിൽ ഒരു വ്യക്തി തയ്യാറായി. കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് ഇതിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാതിരുന്നത് ഏകദേശം 1.5 ദിവസം കൊണ്ട് 36 മണിക്കൂർ കൊണ്ട് ഒരു ഇൻവെസ്റ്റർ കിട്ടി. ഞാൻ റെഡിയാണ്, ഞാൻ $1 million തരാൻ റെഡിയാണ്. അവർ തമ്മിൽ ഡിസ്കസ് ചെയ്തു. അതിൽ തമ്മിൽ ഡിസ്കസ് ചെയ്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെവലപ്പ് ചെയ്തു. ആർമർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെവലപ്പ് ചെയ്തു. അതിലൂടെ ഒരുപാട് ആൾക്കാരുടെ, ഒരുപാട് സ്റ്റുഡൻസിനെ പുതിയ പുതിയ രീതിയിൽ നോളജ് കൊടുത്തുകൊണ്ട് സൊസൈറ്റിയിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റി. സോ ഇതാണ് ഇമാജിനേഷൻ്റെ റോള്, ക്രിയേറ്റീവ് ഇമാജിനേഷൻ്റെ റോള്. അപ്പോൾ നമ്മളുടെ ബിസിനസ്സിലും ക്രിയേറ്റീവ് ഇമാജിനേഷൻസ് നമ്മൾക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്തിരുന്ന അതൊരു ക്രിയേറ്റീവ് ഇമാജിനേഷനാണ്. ഇത് ക്രിയേറ്റീവ് ചെയ്ത് അപ്പോൾ ഇങ്ങനെ ചില ഐഡിയാസ് നമ്മളൊരു പ്രസ്ഥാനത്തിൽ വളർത്താൻ വേണ്ട ക്രിയേറ്റീവ് ഐഡിയാസ് നമ്മൾ കൊണ്ടുവരികയും നമ്മൾ ചിന്തിക്കുകയും ചെയ്യണം. പ്രസ്ഥാനം ഉണ്ടാക്കുന്നതിന്, പ്രസ്ഥാനം സക്സസ്ഫുൾ ആവാൻ ശ്രമിക്കുന്ന വ്യക്തികൾ ഈ 3 കാര്യങ്ങളും, 13 കാര്യങ്ങളുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓട്ടോ സജഷൻ നമ്മളുടെ വ്യക്തിത്വം ഇതിന് പറ്റിയതാക്കുക, സ്പെഷ്യലൈസ്ഡ് നോളജുകൾ ഉണ്ടാക്കുക, ദെൻ ഇമാജിനേഷൻ, ക്രിയേറ്റീവ് ഇമാജിനേഷൻസ് ക്രിയേറ്റ് ചെയ്യുക. So with that I conclude my presentation. Thank you very much. Back to our wonderful leader, Gopal Kumar.